പോവാണ് മൊത്തം. എന്താ ടീമേറ്റ് ഉണ്ടല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? കൂടണമെങ്കിൽ ഓക്കെ അല്ലേ? നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ സെക്ഷൻ ആയിരുന്നു ടു സൈഡ് എറേഴ്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എറർ ദാറ്റ് ആർ ഡിസ്ക്ലോസ്ഡ് ബൈ ദ ട്രയൽ ബാലൻസ്. എറർ ദാറ്റ് ആർ ഡിസ്ക്ലോസ്ഡ് ബൈ ദ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുന്ന എറേഴ്സ്. ക്ലിയർ? അപ്പൊ അതാണ് ഇന്ന് പറയാൻ പോകുന്നത്. റെക്ടിഫിക്കേഷൻ ഓഫ് എറർ എഫക്റ്റിംഗ് ട്രയൽ ബാലൻസ്. റെക്ടിഫിക്കേഷൻ എറർ എഫക്റ്റിംഗ് ട്രയൽ ബാലൻസ്. അതായത് വൺ സൈഡ് എറർ ആണ് ഇനി പറയുന്നത്. ഓക്കെ, ടു സൈഡ് എറേഴ്സ് വരെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇനി വൺ സൈഡ് എറർ എന്താണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. വൺ സൈഡ് എറർ എന്ന് പറഞ്ഞാൽ ട്രയൽ ബാലൻസിന്റെ ഒരു സൈഡിൽ ഏതെങ്കിലും ഒന്നിൽ ഡീവിയേഷൻ വരും. അങ്ങനെ ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അവിടെ നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ദ എറർ വിച്ച് എഫക്ട് ഓൺലി വൺ അക്കൗണ്ട് can be rectified by giving an explanatory note in the account affected or by recording a journal entry with the help of suspense account. അപ്പൊ ഇങ്ങനെ വൺ സൈഡ് എറർ വരികയാണെങ്കിൽ നമുക്ക് ജേണൽ എൻട്രി, അതായത് റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതാൻ പറ്റുക എന്ന് പറയുന്നത് സസ്പെൻസ് അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണ്. സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് വ്യക്തമായ ഒരു ധാരണ വേണം, ഏതാണ് സിംഗിൾ സൈഡ് എറർ എന്നും ഏതാണ് ടു സൈഡ് എറർ എന്നുള്ളതും വ്യക്തമായ ധാരണ വേണം. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ട്രയൽ ബാലൻസ് എഗ്രി ചെയ്യാത്ത സമയത്ത്, ട്രയൽ ബാലൻസ് ടാലി ആവാതെ വരുമ്പോൾ ആ ഡിഫറൻസ് എന്ത് ചെയ്യും? ഏതെങ്കിലും സൈഡിലുള്ള ഡിഫറൻസ് ഡെബിറ്റ് സൈഡിലാവാം, ക്രെഡിറ്റ് സൈഡിലാവാം. ഡെബിറ്റ് സൈഡിലാണെങ്കിലും ക്രെഡിറ്റ് സൈഡിലാണെങ്കിലും അതിന്റെ ഡിഫറൻസ് നമ്മൾ എന്തിലേക്ക് മാറ്റും? സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റും. ഓക്കെ, ക്യാൻ യു സീ ദീസ് എക്സാമ്പിൾസ്? ഇതാണ് അതിനുള്ള എക്സാമ്പിൾസ്. ടോട്ടൽ ഡെബിറ്റ് സൈഡിൽ 90 ഉണ്ട്, ക്രെഡിറ്റ് സൈഡിൽ 100 ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡ് 100 ഉണ്ട്, പക്ഷെ കുറവുണ്ട് 10 രൂപ. എന്തിൽ കുറവുണ്ട്? ഡെബിറ്റ് സൈഡിൽ കുറവുണ്ട്. ആ ഡെബിറ്റ് സൈഡിൽ കുറവുള്ള എമൗണ്ട് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റി. കാരണം ഈ ട്രയൽ ബാലൻസ് വെച്ചിട്ടാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് ഉണ്ടാക്കുന്നത്. ട്രയൽ ബാലൻസ് ചിലപ്പോൾ നമ്മൾ മാർച്ച് 31-ാം തീയതി ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതൊക്കെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ, ഇപ്പൊ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ ഡിഫറൻസ് ഒക്കെ കണ്ടെത്തി വരുമ്പോഴത്തേക്ക് സമയമെടുക്കും. ആ പ്രശ്നം സോൾവ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം ഇത് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റാണ്. സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ടെമ്പററി അക്കൗണ്ട് ആണ്. ഇത് എപ്പോഴാണോ ഈ എറേഴ്സ് നമ്മൾ കണ്ടെത്തുന്നത്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി സസ്പെൻസ് അക്കൗണ്ട് ക്യാൻസൽ ആയിട്ട് പോകും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ 10 രൂപന്റെ വ്യത്യാസം നമ്മൾ എങ്ങോട്ട് മാറ്റി? സസ്പെൻസ് അക്കൗണ്ടിലേക്ക്. സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ആണെങ്കിൽ ബാലൻസ് ഷീറ്റിന്റെ ഡെബിറ്റ് സൈഡിലും, സസ്പെൻസ് അക്കൗണ്ട് ക്രെഡിറ്റ് ആണെങ്കിൽ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലുമാണ് കാണിക്കേണ്ടത്. ഓക്കെ, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഉണ്ടാക്കുമ്പോൾ. ഓക്കെ, പിന്നീടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇത് കറക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്നതിന് ശേഷം നമുക്ക് തെറ്റ് മനസ്സിലാവുന്നുള്ളൂ എങ്കിലാണ് നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടി വരിക. അപ്പൊ നമ്മൾ എങ്ങനെയാണ് നോക്കാം. ഓക്കെ, ട്രയൽ ബാലൻസിനെ ബാധിക്കുന്ന, ട്രയൽ ബാലൻസ് ഡീവിയേറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാ നോക്കോളൂ.
ഓക്കെ, എറർ ഓഫ് കാൽക്കുലേഷനിലുള്ള വ്യത്യാസം, മേക്കിംഗ് എറർ ഇൻ അരിത്തമെറ്റിക് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. കൂട്ടുക, കുറക്കുക, മൾട്ടിപ്ലിക്കേഷൻ, അരിക്കുക, കൂട്ടുക, കുറക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അരിത്തമെറ്റിക് എന്ന് പറയുന്നത്, അരിത്തമെറ്റിക് യൂണിറ്റ് എന്ന് പറയും അല്ലെ. അപ്പൊ ഇത് ഇങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വ്യത്യാസങ്ങൾ വരാം. ആ വ്യത്യാസം കാരണം നമ്മൾ എന്ത് ചെയ്യാം, ട്രയൽ ബാലൻസും ഡീവിയേഷൻസും വരാം. ആ ഡീവിയേഷൻ വരുന്ന എമൗണ്ട് നമ്മൾ എന്തിലേക്ക് മാറ്റും, സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റും. എറർ ഓഫ് ഒമിഷൻ ഓഫ് വൺ എൻട്രി ഓർ റെക്കോർഡിംഗ് ഓഫ് ഹാഫ് ആൻ എൻട്രി സച്ച് എ ഡെബിറ്റ് വിത്തൗട്ട് കറസ്പോണ്ടിങ് ക്രെഡിറ്റ് വൈസ് വേഴ്സ, ഇങ്ങനെയൊക്കെ വരാം. എന്ത് ചെയ്യുക, ഒരു സൈഡിൽ നമ്മൾ എൻട്രി എഴുതാതിരിക്കുക, അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്തതിന്റെ പകുതി നമ്മൾ എഴുതുന്നുള്ളൂ വിചാരിക്കുക, അല്ലെങ്കിൽ ഡെബിറ്റിൽ റെക്കോർഡ് ചെയ്തു ക്രെഡിറ്റിൽ റെക്കോർഡ് ചെയ്തില്ല, ക്രെഡിറ്റിൽ റെക്കോർഡ് ചെയ്തു അല്ലെങ്കിൽ ഡെബിറ്റിൽ റെക്കോർഡ് ചെയ്തില്ല. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡും ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആവില്ല എന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ അതാണ് എന്തെന്ന് പറയുന്നത്, എറർ ഡിസ്ക്ലോസ്ഡ് ബൈ ട്രയൽ ബാലൻസിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ പോസ്റ്റിംഗ് ടു റോങ് സൈഡ്, ഒരു റോങ് ആയിട്ടുള്ള സൈഡിൽ റെക്കോർഡ് ചെയ്യുക. ഡെബിറ്റിൽ റെക്കോർഡ് ചെയ്യേണ്ടത് ക്രെഡിറ്റിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡെബിറ്റിലോ ക്രെഡിറ്റിലോ എന്ത് ചെയ്യും, വ്യത്യാസം വരും, കൂടുകയും കുറയുകയും ചെയ്യും അല്ലെ, കൂടുകയും കുറയുകയും ചെയ്യും. അപ്പൊ ഇതാണ് നമ്മൾ അവിടെ ഉദ്ദേശിച്ച ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, ഫോർ എക്സാമ്പിൾ റെക്കോർഡിംഗ് ഓഫ് ബോത്ത് എൻട്രി ഓൺ ദ സെയിം സൈഡ്, ഒരു എൻട്രി പിന്നെ അടുത്ത വേറൊരു കാര്യങ്ങൾ, ഒരു എൻട്രി എന്ത് ചെയ്യുക, ഒരേ സൈഡിൽ തന്നെ എന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക, രണ്ട് പ്രാവശ്യം, രണ്ട് പ്രാവശ്യം പോസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ഒന്ന് ഡെബിറ്റിലും ഒന്ന് ക്രെഡിറ്റിലും പോസ്റ്റ് ചെയ്തു. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ട്രയൽ ബാലൻസിനെ ബാധിക്കും. എക്സാമ്പിൾസ് നോക്കുക. പിന്നെ എമൗണ്ട് തെറ്റായിട്ട് റെക്കോർഡ് ചെയ്യുക, സച്ച് റെക്കോർഡിംഗ് വൺ ഓർ മോർ എമൗണ്ട് ഇൻകറക്ട്ലി, ഒന്നോ രണ്ടോ എമൗണ്ടുകൾ ഇൻകറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് റോങ് എമൗണ്ട് പോസ്റ്റിംഗ്. എന്താ നോക്കുക, റോങ് എമൗണ്ട് പോസ്റ്റിംഗിനുള്ള എക്സാമ്പിൾസ്. റെന്റ് പെയ്ഡ് 1250 വാസ് സ്ട്രോങ്ലി പോസ്റ്റഡ് ടു റെന്റ് അക്കൗണ്ട്. എമൗണ്ടിൽ വ്യത്യാസം വന്നു അല്ലെ. റെന്റ് കൊടുത്തപ്പോ റെന്റിൽ പോസ്റ്റ് ചെയ്ത് എന്താണ്, റെന്റ് 1250 കൊടുത്തത്, പക്ഷെ 1520 എൻറ്റർ ചെയ്തത്. അപ്പൊ എത്ര രൂപന്റെ വ്യത്യാസം ഉണ്ട്, 270 രൂപ റെന്റ് അക്കൗണ്ടിൽ കൂടി കിടക്കുന്നുണ്ട്. ശരിയല്ലേ, 1250 ഉള്ളൂ ഒറിജിനൽ, പക്ഷെ 1520 കൊടുത്തത്. അപ്പോ ഇവിടെ 270 രൂപ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. 270 രൂപ നമ്മൾ വീണ്ടും റെന്റ് അക്കൗണ്ടിൽ നിന്ന് കുറക്കണം. അപ്പൊ റെന്റ് അക്കൗണ്ടിൽ നിന്ന് കുറക്കണമെങ്കിൽ റെന്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണമെന്ന് വേണമെങ്കിൽ പറയാം. റെന്റ് അക്കൗണ്ടിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിന്റെ ജേണൽ എൻട്രി എന്താണ്, ഇവിടെ റെന്റ് അക്കൗണ്ടിൽ ആൾറെഡി കൂടി കിടക്കുകയാണ് എന്ത്, 2270 രൂപ. കറക്റ്റ് അല്ലേ, 1250 1520 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 270 രൂപയാണ്. ഈ 720 റെന്റ് അക്കൗണ്ടിൽ ഡെബിറ്റിൽ കൂടി കിടക്കുന്നുണ്ട്. അപ്പൊ അത് ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം, റെന്റിന് ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഡെബിറ്റ് എന്താ ചെയ്യുക, സസ്പെൻസ് അക്കൗണ്ട് അപ് ടു റെന്റ്. കാരണം ഡെബിറ്റിൽ വേറെ ഒന്നുമില്ല. അപ്പൊ ഡെബിറ്റിൽ നമ്മൾ എന്ത് ഇട്ടു, സസ്പെൻസ് അക്കൗണ്ട് ഇട്ടു. ഓട്ടോമാറ്റിക്കലി 270 രൂപ ക്രെഡിറ്റ് സൈഡിൽ കൂടിയിട്ടുണ്ടാവും. ആ ക്രെഡിറ്റ് സൈഡ് കൂടിയത് എവിടെ ഉണ്ടാവും, എൻ്റർ ചെയ്തിട്ടുണ്ടാവും, ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഉണ്ടാവും. അത് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ടാവും. ആ സസ്പെൻസ് അക്കൗണ്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സസ്പെൻസ് അക്കൗണ്ടിന് ഇവിടെ ഡെബിറ്റ് ചെയ്തത് കേട്ടോ, ആ എഫക്ട് വന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതാണ് 340 കൊടുത്തു റിപ്പയറിംഗിന് വേണ്ടിയിട്ട്, വാസ് ഡെബിറ്റഡ് ഇൻ ദ റിപ്പയർ അക്കൗണ്ട്. ഓക്കെ, റിപ്പയർ അക്കൗണ്ട് അപ് ടു ക്യാഷ് തന്നെയാണ് ജേണൽ എൻട്രി. പക്ഷെ 340 പകരം ഇയാൾ എൻ്റർ ചെയ്തിരിക്കുന്നത് 430. എത്ര രൂപന്റെ വ്യത്യാസം ഉണ്ട്, 60 + 30 90 രൂപന്റെ വ്യത്യാസം ഉണ്ട് അല്ലെ. ഈ 90 രൂപ എന്ത് ചെയ്യണം, ഡെബിറ്റിന്ന് കുറക്കണം, അതായത് റിപ്പയർ അക്കൗണ്ടിൽ നിന്ന് കുറക്കണം. അപ്പൊ റിപ്പയർ അക്കൗണ്ടിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. എൻട്രി സസ്പെൻസ് അക്കൗണ്ട് അപ് ടു റിപ്പയർ അക്കൗണ്ട്. കറക്റ്റ് അല്ലേ, എൻട്രി സസ്പെൻസ് അക്കൗണ്ട് അപ് ടു റിപ്പയർ അക്കൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, ടു റോങ് സൈഡ് ആണെങ്കിൽ, റോങ് സൈഡ് പോസ്റ്റിംഗ് ആണെങ്കിൽ നോക്കിക്കോ, ഇരട്ടി ആയിരിക്കും എന്തിന്റെ പോസ്റ്റ് ചെയ്തതെങ്കിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഇരട്ടി ആയിരിക്കും. ഓക്കെ, ഇവിടെ നോക്കിയാൽ മതി. ഈ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് 4000 ഫ്രം മുന്താസ് ഈസ് എൻഡേഡ് ത്രൂ സെയിൽസ് ബുക്ക്. എൻഡേഡ് ത്രൂ സെയിൽസ് ബുക്കിലൂടെയാണ്. അപ്പൊ ഇവിടെ ശരിക്ക് കറക്റ്റ് ആയിട്ടുള്ള എൻട്രി എന്താണ്, പർച്ചേസ് അക്കൗണ്ട് ടു മുന്താസ് എന്നാണ്.
പക്ഷെ എൻ്റർ ചെയ്തിരിക്കുന്നത് എന്താണ് ഈ കാര്യം? എൻ്റർ ചെയ്ത് എന്താണ്? സെയിൽസ് ബുക്കിലാണ് എൻ്റർ ചെയ്തത്. അതായത് മുന്താസ് അക്കൗണ്ട് അപ് ടു സെയിൽസ് എന്നാണ് ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അല്ലെ? ശരിക്കുള്ള എൻട്രി പർച്ചേസ് അക്കൗണ്ട് അപ് ടു മുന്താസ് ആണ്. പക്ഷേ ഇവര് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എന്താണ്? മുന്താസ് അക്കൗണ്ട് അപ് ടു സെയിൽസ് ആണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഡബിൾ എഫക്ട് വരണം. അപ്പൊ ശരിക്കും എന്ത് ചെയ്താൽ മതി? പർച്ചേസ് അക്കൗണ്ട് അപ് ടു സെയിൽസ് അക്കൗണ്ട് അപ് ടു മുന്താസ് എന്നാണ് ജേണൽ എൻട്രി വരിക. പർച്ചേസ് അക്കൗണ്ട് അപ് ടു സെയിൽസ് അക്കൗണ്ട് അപ് ടു മുന്താസ്. എന്തിനാണ് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ പർച്ചേസിന് ഡെബിറ്റ് തന്നെ ചെയ്തു, സെയിൽസിനെ നമ്മൾ ക്യാൻസൽ ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ മുന്താസിന്റെ ആൾറെഡി ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് മുന്താസ് അക്കൗണ്ട് അപ് ടു സെയിൽസിന് എഴുതിയല്ലോ. അപ്പൊ അത് റോങ് എൻട്രി ആണ്. അത് റിവേഴ്സ് ചെയ്താണ് എന്ത്? സെയിൽസ് അക്കൗണ്ട് അപ് ടു മുന്താസ് എന്നുള്ളത്. ഓക്കെ, അതിൽ 4000 രൂപ. പിന്നെ പർച്ചേസ് അക്കൗണ്ട് അപ് ടു മുന്താസ്, പർച്ചേസ് അക്കൗണ്ട് അപ് ടു മുന്താസ് എന്നുള്ളതിന്റെ 4000 രൂപയാണ് ഈ 4000 രൂപ. ഓക്കെ, അപ്പൊ ഇവിടെ ഡബിൾ എഫക്റ്റ് ആണെന്ന് മനസ്സിലായല്ലോ. ക്ലിയർ? ദ നെക്സ്റ്റ് എൻട്രിയിലേക്ക് വരാം. ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് 8900 ഫ്രം രേവതി വാസ് എൻറ്റേർഡ് ഇൻ ദ സെയിൽസ് ബുക്ക്. നേരത്തെ പറഞ്ഞ അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ജേണൽ എൻട്രി നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ചെയ്യാം. എന്തായിരിക്കും? പർച്ചേസ് അക്കൗണ്ട് അപ് ടു സെയിൽസ് അക്കൗണ്ട് അപ് ടു രേവതി അല്ലെ? രേവതി മൊത്തം എമൗണ്ട് വ്യത്യാസം വരും. ഓക്കെ, 18,070 രൂപയാണ്, 18,700 രൂപയാണ് എമൗണ്ട് വരിക. ഓക്കെ, ഇതാണ് അതിനുള്ള എൻട്രി. ദെൻ നെക്സ്റ്റ്, എറർ ഓഫ് കാസ്റ്റിംഗ്. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ടോട്ടലി മിസ്റ്റേക്ക് ആണ്. കൂട്ടുമ്പോഴോ കുറക്കുമ്പോഴോ ഒക്കെ വരുന്ന മിസ്റ്റേക്ക് ആണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് ഓവർ കാസ്റ്റിംഗും വരാം, അണ്ടർ കാസ്റ്റിംഗും വരാം അല്ലെ? ബിൽസ് റിസീവ്ഡ് ഡേ ബുക്ക് ഹാസ് ബീൻ ഓവർ കാസ്റ്റ്. ബിൽസ് റിസീവബിൾ ഡേ ബുക്ക് ആൾറെഡി ഡെബിറ്റ് ആണ്. അതിൽ എന്ത് ചെയ്തിരിക്കുന്നത്? ഓവർ കാസ്റ്റ് ചെയ്തിരുന്നു. 1000 രൂപ കൂട്ടി കാണിച്ചിരുന്നു. 1000 രൂപ കൂട്ടി കാണിച്ചിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 1000 രൂപ കൂട്ടി കാണിച്ചു കഴിഞ്ഞാൽ ആ 1000 രൂപ കുറക്കണം അല്ലെ? അപ്പൊ ബിൽസ് റിസീവബിൾ ആൾറെഡി ഡെബിറ്റ് സൈഡിൽ എന്ത് 1000 രൂപ കൂടി കിടക്കുന്നുണ്ട്. അപ്പൊ അത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ബിൽസ് റിസീവബിളിനെ ക്രെഡിറ്റ് ചെയ്യണം. ബിൽസ് റിസീവബിൾ നമ്മൾ അസറ്റ് ആണ്. അപ്പൊ ബിൽസ് റിസീവബിളിനെ ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ബിൽസ് റിസീവബിളിനെ ക്രെഡിറ്റ് ചെയ്യണം. സസ്പെൻസ് അക്കൗണ്ട് ടു ബിൽസ് റിസീവബിൾ. ഇതാണ് അതിന്റെ ജേണൽ എൻട്രി. ക്ലിയർ? ദെൻ നെക്സ്റ്റ് സെയിം ഇതേപോലുള്ള എക്സാമ്പിൾസ് തന്നെ ഏകാരം. പർച്ചേസ് ഡേ ബുക്ക് ഹാസ് ബീൻ ഓവർകാസ്റ്റ് അല്ലെ? പർച്ചേസ് ഡേ ബുക്ക് ഓവർകാസ്റ്റ് ചെയ്തു. അപ്പൊ പർച്ചേസ് ഡെബിറ്റ് ആണ് അല്ലെ? പർച്ചേസ് ബുക്കിൽ എന്ത് ചെയ്തിട്ട് 500 രൂപ കൂട്ടി കാണിച്ചു. അപ്പൊ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പർച്ചേസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. സസ്പെൻസ് അക്കൗണ്ട് ടു പർച്ചേസ് ആണ് ജേണൽ എൻട്രി വരിക. ദെൻ നെക്സ്റ്റ്, സെയിൽസ് ബുക്ക് വാസ് ഓവർകാസ്റ്റ്. സെയിൽസ് ബുക്ക് ആൾറെഡി ക്രെഡിറ്റ് ആണ്. അതിൽ എന്ത് ചെയ്തു? 300 രൂപ കൂട്ടി കാണിച്ചു. അപ്പൊ എന്ത് ചെയ്യണം? സെയിൽസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ആ 300 രൂപ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് സസ്പെൻസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. സെയിൽസ് അക്കൗണ്ട് അപ് ടു സസ്പെൻസ് അക്കൗണ്ട്. നെക്സ്റ്റ്, ഇതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, ഇത് നിങ്ങൾ നോക്കുക. ഓക്കെ, ഇത് അവിടെ നിൽക്കട്ടെ. ദെൻ കം ടു നെക്സ്റ്റ് പോർഷനിലേക്ക് വരാം. Yes, you should know this. Okay, see this. This is the questions. Okay, ഇത് ഇതിന്റെ നോട്ടാണ്. ഓക്കെ, നമ്മളുടെ നോട്ടാണത്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. ട്രയൽ ബാലൻസ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഓക്കെ, ഡീപ്പായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. മെത്തേഡ്. ഓക്കെ, മെത്തേഡ് എന്ന് പറയുന്നത് ട്രയൽ ബാലൻസ് പ്രിപ്പയർഡ് 2 മെത്തേഡ് ഉണ്ട്. ടോട്ടൽ മെത്തേഡും ഉണ്ട്, ബാലൻസിങ് മെത്തേഡും ഉണ്ട്. നമ്മൾ ഇതുവരെ പറഞ്ഞത് ബാലൻസിങ് മെത്തേഡ് ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ ഞാൻ റിമൈൻഡ് ചെയ്തതാണ്. ഓക്കെ, ടോട്ടൽ മെത്തേഡ് എന്ന് പറയുന്ന 2 സൈഡ്, ഡെബിറ്റിന്റെയും ക്രെഡിറ്റിന്റെയും. ഒരു ലെഡ്ജർ എടുത്തിട്ട് കഴിഞ്ഞാൽ ആ ഡെബിറ്റിന്റെ ടോട്ടലും ക്രെഡിറ്റിന്റെ ടോട്ടലും എഴുതിയാലും അതിന്റെ ബാലൻസ് എടുത്ത് എഴുതിയാലും എഫക്റ്റ് ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്ന എന്താണ്? ഈ മെത്തേഡാണ്, ബാലൻസിങ് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ദെൻ അക്കൗണ്ടിങ് എറേഴ്സ് ഏതൊക്കെയാന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, ദെൻ അതിൽ എറർ ഓഫ് ഒമിഷൻ ഉണ്ട്, എറർ ഓഫ് ഒമിഷൻ ഉണ്ട്, എറർ ഓഫ് കമ്മീഷൻ നോക്കുക. ടോട്ടലിംഗ് എറർ, റോങ് ക്യാരി ഫോർവേഡ്, അതുപോലെ തന്നെ റോങ് ബാലൻസിങ്, റോങ് ടേക്കിംഗ് ഔട്ട് ബാലൻസ് ലെഡ്ജർ അക്കൗണ്ട്, പോസ്റ്റിംഗ് ദ സെയിം എമൗണ്ട് ട്വൈസ് ഇൻ അക്കൗണ്ട്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. അക്കൗണ്ടിങ് എറേഴ്സിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കും. ക്ലറിക്കൽ എറർ എന്നും പ്രിൻസിപ്പൽ എറർ എന്നും. ഓക്കെ, പ്രിൻസിപ്പൽ എറർ അല്ലാത്തതൊക്കെ ക്ലറിക്കൽ എറേഴ്സ് ആണെന്ന് ഓർത്ത് നോക്കുക. അതായത് എറർ ഓഫ് ഒമിഷനും എറർ ഓഫ് കമ്മീഷനും കോമ്പൻസേറ്റിംഗ് എററും ഉണ്ട്. ഓക്കെ, എറർ ഓഫ് ഒമിഷനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കും. കംപ്ലീറ്റ് ഒമിഷനും പാർഷ്യൽ ഒമിഷനും. എറർ ഓഫ് കമ്മീഷൻ ഏതൊക്കെയാ നോക്കിക്കോളൂ. റോങ് ടോട്ടലിംഗ്, റോങ് എമൗണ്ട് ഇൻ ദ സബ്സിഡറി ബുക്ക്, പോസ്റ്റിംഗ് റോങ് അക്കൗണ്ട്, പോസ്റ്റിംഗ് ടു എ റോങ് അക്കൗണ്ട്, പോസ്റ്റിംഗ് ഓൺ എ റോങ് സൈഡ് ഓഫ് അക്കൗണ്ട്. ഇങ്ങനെയുള്ള എൻട്രീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഒന്ന് നോക്കി വെക്കാം. റെക്ടിഫിക്കേഷൻ ഓഫ് എറർ വിച്ച് ഡു നോട്ട് എഫക്ട് ദ എഗ്രിമെന്റ് ഇൻ ദ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിനെ എഫക്ട് ചെയ്യാതെ, അതാണ് 2 സൈഡ് എറേഴ്സ് എന്ന് പറയുന്നത്. ആ 2 സൈഡ് എറേഴ്സിനുള്ള എക്സാമ്പിൾസ് അടക്കം ഇവിടെ തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടെന്നില്ല. ഇവിടെ നിങ്ങൾ എക്സാമ്പിൾസ് നോക്കിക്കോളൂ.
ഓക്കെ, എക്സാമ്പിൾസ് നോക്കിയേ. പർച്ചേസ് ഓഫ് 200 ഫ്രം രൂപേഷ് ഈസ് ഒമിറ്റഡ് ടു റെക്കോർഡ് ഇൻ എ ഡേ ബുക്ക്. ഇറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ. കംപ്ലീറ്റ് ഒമിഷൻ ആണെങ്കിൽ ആ എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്താൽ മതി. അതായത് പർച്ചേസ് അക്കൗണ്ട് അപ് ടു രൂപേഷ്, അതാണ് അവിടെ നിങ്ങൾ കണ്ടത്. നെക്സ്റ്റ്, പർച്ചേസ് ഓഫ് ഫർണിച്ചർ ഫോർ 2000 ഫ്രം കൊച്ചിൻ ഫർണിച്ചേഴ്സ്. ഫർണിച്ചർ വാങ്ങി കൊച്ചിൻ ഫർണിച്ചേഴ്സിന് ഈസ് റെക്കോർഡഡ് ഇൻ ദ പർച്ചേസ് ഡേ ബുക്ക്. പ്രിൻസിപ്പൽ എറർ ആണ് അല്ലെ, തെറ്റല്ലേ? പ്രിൻസിപ്പൽ എറർ ആണത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ശരിക്കും ഇവിടെ ഫർണിച്ചർ അക്കൗണ്ട് അപ് ടു അല്ല, എന്താ ഫർണിച്ചർ അല്ലേ വാങ്ങിയത്? ഫർണിച്ചർ അക്കൗണ്ട് അപ് ടു കൊച്ചിൻ ഫർണിച്ചർ എന്ന് എഴുതേണ്ട കൊടുത്ത് നമ്മൾ എഴുതിയത് പർച്ചേസ് അക്കൗണ്ട് കൊച്ചിൻ ഫർണിച്ചേഴ്സ് എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസിനെ നമ്മൾ ക്യാൻസൽ ചെയ്യും വേണം, ഏതിനെ ഡെബിറ്റ് ചെയ്യും വേണം? ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യും വേണം. അതാണ് ഈ റെക്ടിഫിക്കേഷൻ എൻട്രി, ഫർണിച്ചർ അക്കൗണ്ട് അപ് ടു പർച്ചേസ് എന്നുള്ള ജേർണൽ എൻട്രി. ഇനി കാരേജ് പെയ്ഡ് ഓൺ പർച്ചേസ് ഓഫ് മെഷീൻ, ഇത് നമ്മൾ ഇതേപോലത്തെ എക്സാമ്പിൾ നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ. കഴിഞ്ഞ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതുകൊണ്ടാണ് മെഷീൻ അക്കൗണ്ട് അപ് ടു എന്തുന്നത് കാരേജ് എന്ന് പറഞ്ഞത്. അത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ദെൻ അടുത്ത ഭാഗത്തേക്ക് വരാം അല്ലെ. മൂന്നാമത്തെ ക്വസ്റ്റ്യന് പറഞ്ഞു. ഇനി ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. ഇതൊന്ന് നോക്കിയേ, ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയേ. ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മൾ തൽക്കാലം കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പറയാം. വി ഷുഡ് 9:10 വരെയൊക്കെ സമയമുള്ളൂ. 9:10, ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റും കൂടി നമുക്ക് പറയാം. ഓക്കെ, ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫോർ 850. ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫോർ 550. എന്താ സംഭവിക്കുന്നതെന്നൊന്ന് പറഞ്ഞേ. റെക്കോർഡ് ചെയ്തിട്ടില്ലല്ലോ. പറഞ്ഞോളൂ. ഇവിടുത്തെ ക്ലാസ്സിന്റെ ബേസിൽ പറയൂ. അത് ഡേ ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. ക്രെഡിറ്റ് പർച്ചേസ് അല്ലെ, ഗുഡ്സ് വാങ്ങി 850 രൂപക്ക് ഫ്രം ചാന്ദ് ആൻഡ് സൺ, നോട്ട് ബീൻ റെക്കോർഡഡ് ഇൻ ദ ഡേ ബുക്ക്. ക്രെഡിറ്റ് പർച്ചേസ് ആണ്, ആരൊക്കെ വാങ്ങിയത്? 850 രൂപ ചാന്ദ് ആൻഡ് സൺസിന്റെ അടുത്ത്. ഈ എൻട്രി നേരിട്ട് അങ്ങ് റെക്കോർഡ് ചെയ്താൽ പോരെ, കാരണം നോട്ട് ബീൻ റെക്കോർഡഡ് അല്ലേ. അപ്പോ പർച്ചേസ് അക്കൗണ്ട് അപ് ടു ചാന്ദ് എന്ന് റെക്കോർഡ് ചെയ്താൽ മതി. പിന്നെ രണ്ടാമത് എന്താ നോക്കൂ, രണ്ടാമതെന്ന് പറയൂ. രണ്ടാമത് എന്താ പറയുന്നത്? പറയൂ. റെന്റ്, ലാൻഡ് ലോർഡിന് കൊടുത്ത റെന്റ്. റെന്റ് പെയ്ഡ് ടു ലാൻഡ് ലോർഡ് ഈസ് ഡെബിറ്റഡ് ഇൻ ദ ലാൻഡ് ലോർഡ് അക്കൗണ്ട്. തെറ്റല്ലേ? ശരിക്കും ഇവിടെ റെന്റ് അക്കൗണ്ട് ടു ക്യാഷ് എന്നാണ് എഴുതേണ്ടത്. പക്ഷെ അതിന് പകരം എഴുതിയത് എന്താണ്? ലാൻഡ് ലോർഡ് അക്കൗണ്ട് ടു ക്യാഷ് എന്നാണ്. അപ്പൊ ലാൻഡ് ലോർഡ് ക്യാൻസൽ ചെയ്യണം, എന്തിനെ ഡെബിറ്റ് ചെയ്യണം? റെന്റിനെ ഡെബിറ്റ് ചെയ്യണം. സിമ്പിൾ ആയിട്ട് എൻട്രി. പ്രിൻസിപ്പൽ എറർ ആണ്. റെന്റ് അക്കൗണ്ട് ടു ലാൻഡ് ലോർഡ് എന്നാണ് ജേണൽ എൻട്രി വരിക. റെന്റ് അക്കൗണ്ട് ടു ലാൻഡ് ലോർഡ് എന്നാണ് ജേണൽ എൻട്രി വരിക. റെന്റ് അക്കൗണ്ട് ടു ലാൻഡ് ലോർഡ് എന്നാണ് ജേണൽ എൻട്രി വരിക. കറക്റ്റ് അല്ലേ? നെക്സ്റ്റ്, പർച്ചേസ് ഓഫ് മെഷീനറി ഫ്രം പി ലിമിറ്റഡ് അല്ലെ. പി ലിമിറ്റഡിന്റെ വാങ്ങി പർച്ചേസ് ചെയ്ത് മെഷീൻ വാങ്ങി. അങ്ങനെയാണെങ്കിൽ 1500 ഇസ് റെക്കോർഡ് ഇൻ ദ പർച്ചേസ് ബുക്ക് എന്നാ പറയുന്നത്. തെറ്റാണല്ലേ? മെഷീൻ അക്കൗണ്ട് അപ് ടു പി ലിമിറ്റഡ് എന്ന് എഴുതേണ്ടടുത്ത് എന്ത് ചെയ്തു? പർച്ചേസ് അക്കൗണ്ട് അപ് ടു പി ലിമിറ്റഡ് എന്നാണ് എഴുതിയത്. അപ്പൊ പർച്ചേസിനെ ക്യാൻസൽ ചെയ്യണം. അപ്പൊ പർച്ചേസിന് എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. മെഷീൻ അക്കൗണ്ട് അപ് ടു പർച്ചേസ് എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും തൽക്കാലം ഇത്രയും മതി, കാരണം എനിക്ക് 9:30 വേറെ ക്ലാസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. ഞാൻ ഇതിന്റെ ഈ നോട്ടും ഈ ക്വസ്റ്റ്യൻസും ഒക്കെ ഞാൻ എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ ഇട്ടുതരാം. അപ്പൊ അതൊന്ന് നിങ്ങൾ ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക, എന്നിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, റെക്ടിഫൈന്റെ നോട്ട് തരുമോ? മറ്റേത് കുറച്ചല്ലോ, റെക്ടിഫൈന്റെ നോട്ട് ഫുൾ ഇല്ലല്ലോ. ഇതാ ഈ നോട്ട് ഞാൻ സെൻഡ് ചെയ്ത് തരാം, പ്രശ്നമില്ല. അപ്പൊ ഇതിന്റെ നോട്ടൊക്കെ അതിലുണ്ട്, അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. റെക്ടിഫൈന്റെ എക്സാമ്പിൾസ് മാത്രം. എങ്ങനെ റെക്ടിഫൈ കുറച്ചൊരു ക്ലിയർ ആവുള്ളൂ, ബാക്കിയുള്ളൊക്കെ റെക്ടിഫിക്കേഷൻ അല്ലേ? നമുക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യാം, പ്രശ്നങ്ങളില്ല. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വീണ്ടും ചെയ്യാം. ഇത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുതരാം, നിങ്ങൾ ചെയ്ത് നോക്കൂ. എന്നിട്ട് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ. ശരി, നൈസ്.